ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കത്രിക്ക വെച്ച് എളുപ്പത്തിൽ തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ എങ്ങനെ ഒരു തീയലുണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ടെറസിൽ കുറച്ച് കത്രിക്കയൊക്കെ പറിക്കാൻ നിൽക്കുവാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീയലുണ്ടാക്കിയാലോ എന്ന് കരുതി അങ്ങനെ ടെറസിൽ നിന്നും കത്രിക്കയെല്ലാം പറിച്ചെടുക്കുകയാണ്. പലതും മൂത്ത് പോയിട്ടുണ്ട്, എങ്കിലും പറിച്ചെടുക്കുവാണ്. നമ്മുടെ കുഞ്ഞ് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അവനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. പറിച്ചെടുക്കുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ. ഞാൻ പാത്രത്തിലെല്ലാം പെറുക്കി വെച്ചതാണ്. അപ്പോൾ അവന് തന്നെ എല്ലാം പെറുക്കി വെക്കണമെന്ന് പറഞ്ഞ് എല്ലാം താഴെ കളഞ്ഞ് വീണ്ടും അവൻ തന്നെ എല്ലാം പെറുക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ട് വയ്ക്കുക. ഇനി ചട്ടി ചൂടാകുമ്പോൾ ആദ്യം ഒരു ചെറിയ സ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇനി 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്രിക്ക ചേർത്ത് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ഇടയ്ക്കിടെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ വാളംപുളി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചത് നന്നായി പിഴിഞ്ഞെടുത്ത് അരിച്ച് എടുത്ത് വയ്ക്കുക. ഈ സമയത്ത് നന്നായി വഴന്നു വരുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി വഴറ്റുക. ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചാറ് വേണം, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്ക് അല്പം കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാത്ത തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.